എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മൾ UK-യിൽ ഒരു പുതിയ വീട് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് UK-യിൽ ഒരു പുതിയ വീട് മേടിക്കാം എന്ന കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് നമ്മൾ ഒരു മോർട്ട്ഗേജ് അഡ്വൈസറെ സമീപിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇനിഷ്യലായിട്ടുള്ള ഒരു ഡിപ്പോസിറ്റ് നമ്മുടെ കയ്യിൽ വേണം. മൂന്നാമതായിട്ടുള്ള കാര്യം റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്. നാലാമതായിട്ടുള്ളത് സോളിസിറ്റർ അഥവാ വക്കീൽ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ഇനീഷ്യൽ ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എത്ര രൂപയ്ക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു വീടാണോ, അതിൻ്റെ ഒരു 10% നമ്മൾ കയ്യിൽ കാണണം. അതിലിപ്പോൾ ഒരു ഉദാഹരണം, ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു വീടാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു 10,000 പൗണ്ട് നമ്മുടെ കയ്യിൽ കാണേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം കയ്യിൽ വെച്ചിട്ട് മോർട്ട്ഗേജ് അഡ്വൈസർ അല്ലെങ്കിൽ അതിന് മുമ്പ് മോർട്ട്ഗേജ് അഡ്വൈസറോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ മോർട്ട്ഗേജ് അഡ്വൈസറെ പിന്നെ കാണുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ മോർട്ട്ഗേജ് അഡ്വൈസറുടെ അടുത്ത് ചോദിച്ചു കഴിയുമ്പോൾ പുള്ളി നമ്മുടെ പേ സ്ലിപ്പും അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ചോദിക്കും. അപ്പോൾ അത് പേ സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 3 മാസം മുതൽ 6 മാസം വരെയുള്ള പേ സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതേ കണക്കുള്ളത്. അപ്പോൾ അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പുള്ളി ചെക്ക് ചെയ്യും, ബാങ്കായിട്ട് ചെക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് ഏകദേശം എത്ര രൂപ ഒരു സുമാറ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അവരുടെ അടുത്ത് നിന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിയുടെ അടുത്ത് നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ സമീപിക്കുക. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ സമീപിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ലോക്കലി നമ്മുടെ അടുത്ത് ഏത് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരാണോ ഉള്ളത് അവരുടെ ഓഫീസിൽ നേരിട്ട് പോയി പറയാം, അവരോട് സമീപിച്ച് ഇപ്പോൾ നമുക്ക് ഇന്ന രീതിയിലുള്ള സൗകര്യങ്ങളുള്ള വീട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനുള്ളത് പറഞ്ഞു തരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ റൈറ്റ് മൂവ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് വഴി നമ്മുടെ ലോക്കൽ ഏരിയയിലുള്ള വീട് കണ്ടുപിടിച്ച് അവരുടെ ഓൺലൈൻ വഴി തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അവിടെ പോയി വീടുകൾ കണ്ട് കൺഫേം ചെയ്യാം. അപ്പോൾ അങ്ങനെ പിന്നെ അത് മാത്രമല്ല, നമുക്ക് റിയൽ എസ്റ്റേറ്റ് അവിടെ ലോക്കലായിട്ടുള്ളതിൻ്റെ വെബ്സൈറ്റിൽ പോയി അതിൽ നോക്കിയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടത് നമുക്ക് പോയി കാണാൻ വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് എടുത്ത് അതും അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇങ്ങനെ 2-3 രീതിയിൽ നമുക്ക് വീടുകൾ പോയി കാണാനായിട്ട് പറ്റും. അപ്പോൾ വീടുകൾ പോയി കണ്ട് നമ്മൾ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മോർട്ട്ഗേജിൻ്റെ അഡ്വൈസറോട് പറയുക, ഇപ്പോൾ നമ്മളൊരു വീട് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി അപ്പോൾ ആ ലോൺ പാസ്സാക്കാനുള്ള പരിപാടികളും ഏകദേശം നമുക്ക് കിട്ടാനുള്ള ലോൺ ഉള്ള തുകയുടെ രീതിയിലുള്ള വീടാണ്, ബഡ്ജറ്റിനുള്ള വീടാണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ രീതിയിലുള്ള ഇത് പുള്ളി ചെയ്തു തരും. പിന്നെ ഈ മോർട്ട്ഗേജ് അഡ്വൈസർക്ക് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബാങ്കിൽ നിന്ന് ഒരു കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ചില മോർട്ട്ഗേജ് കമ്പനികളൊക്കെ ഒരു 300 മുതൽ 600 പൗണ്ടൊക്കെ വരെ ഇത് എന്താ പറയുക, അവരുടെ ഫീസായിട്ട് അവർ കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് മേടിക്കും. അപ്പോൾ ചില മലയാളികളായിട്ടുള്ള ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫ്രീലാൻസ് ആയിട്ട് ഇങ്ങനെ മോർട്ട്ഗേജ് എടുത്തു കൊടുക്കുന്ന ആൾക്കാരെ അങ്ങനെ അവർ ആ കമ്മീഷൻ ബാങ്കിൽ നിന്ന് കൊടുക്കണ മാത്രമാണ് മേടിക്കലുള്ളൂ. പക്ഷെ കമ്പനി ആയിട്ട് നടത്തുന്ന ആ ഒരു ഇവർ ഇപ്പോൾ മോർട്ട്ഗേജ് കമ്പനി ആയിട്ടുള്ള ആൾക്കാർ ആ പൈസ നമ്മുടെ അടുത്ത് നിന്ന് ഇപ്പോൾ അവർക്കിടെ ഫീസ് എന്ന് പറഞ്ഞ് മേടിക്കും. ഇപ്പോൾ അങ്ങനെ ഇതായിട്ട് അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ഇപ്പോൾ 2-3 പ്രാവശ്യം പോയി കണ്ട് അപ്പോൾ വീടിൻ്റെ ആ കാര്യങ്ങളും ഇതെല്ലാം പ്രത്യേകമായിട്ട് അതിൻ്റെ ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നിയാൽ നമ്മളൊരു സർവേയറെ വെച്ചിട്ട് വീട് മൊത്തത്തിലൊന്ന് സർവേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭിത്തിയും അതുപോലെ റൂഫിങ്ങും ഒക്കെ, ഇപ്പോൾ പഴയ വീടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അങ്ങനെ നമുക്കൊരു ഇതുണ്ടെങ്കിൽ അപ്പോൾ അതിന് ഒരു സർവേയറുടെ ഒരു ഇതനുസരിച്ചാണ് അത് 1000-1500
ഒക്കെ പൗണ്ട് വെച്ചിട്ട് ചിലവ് വരും. ചിലവർക്ക് 500 ആണ് വരുള്ളൂ. അപ്പോൾ അത് ഓരോ സർവേയർ കമ്പനികളുടെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതിനുശേഷം പിന്നെ നമ്മൾ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം കൺഫേം ആയി കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് തുടങ്ങും. അപ്പോൾ അതിനാണ് സോളിസിറ്റർമാർ അഥവാ വക്കീലന്മാരുടെ ആവശ്യം വരുന്നത്. അപ്പോൾ അത് വക്കീലന്മാരുടെ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എല്ലാ പ്രോസസ്സിനും കൂടി ഒരു 3000 രൂപ കീഴ്പോട്ടായിരിക്കും വരാൻ സാധ്യത ഉള്ളൂ. അപ്പോൾ അത് എന്നാന്ന് പറഞ്ഞാൽ വക്കീലന്മാരെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെൻ്റ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, വിസയുടെ കോപ്പി, ഇപ്പം അങ്ങനെയുള്ള പിന്നെ നമുക്ക് ഇവിടെ റൈറ്റ് ടു ലീവ് അങ്ങനെയുള്ള ഇപ്പോൾ ജീവിക്കാൻ ഇപ്പോൾ UK എന്ന് പറഞ്ഞ രാജ്യത്ത് ജീവിക്കാൻ നമുക്ക് അനുവാദം കിട്ടിയിട്ടുള്ളതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യും. പിന്നെ അവർ അപേക്ഷ ഫോം തരും, അതൊക്കെ പൂരിപ്പിച്ച് കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം വക്കീൽ ഫീസും കാര്യങ്ങളൊക്കെ അടച്ച് ഇവർ പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിങ് ഒരു മാസം മുതൽ 2 മാസം വരെ എടുക്കും. അപ്പം പിന്നെ ഈ നമുക്ക് ഇപ്പോൾ പ്രോപ്പർട്ടി തരാനിരിക്കുന്ന ആൾക്കാരെ വക്കീലന്മാരും ഈ വക്കീലന്മാരും തമ്മിൽ ഫയലുകൾ അങ്ങോട്ടും കൈമാറും, അത് ഒത്തുനോക്കും. പിന്നെ ആ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും. പിന്നെ നമ്മുടെ മോർട്ട്ഗേജ് അഡ്വൈസർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാങ്കിൽ നിന്ന് പൈസ ബയറിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അതോടുകൂടി പിന്നെ ഏകദേശം ഇതിൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ കീ എക്സ്ചേഞ്ച് അങ്ങനെ ഉള്ള ഇതാണ്. പിന്നെ ഈ നമ്മൾ എക്സ്പാട്രിയേറ്റ്സിന്, അതായത് ഇപ്പോൾ വിസയിൽ നിൽക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ഇവിടുത്തെ PR പൗരത്വമൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ബാർക്ലീസ് എന്ന് പറഞ്ഞൊരു ബാങ്കാണ് ഇപ്പോൾ UK ലോൺ തരുന്നത്. ഇപ്പോൾ ബാക്കിയെല്ലാ ബാങ്കുകളും ഈ പറഞ്ഞ PR പൗരത്വമൊക്കെ ഉള്ള ആളുകൾക്കാണ് കൊടുക്കലുള്ളൂ. അപ്പോൾ അതാണ് ഒരു വീട് UK മേടിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഇത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോക്ക് ഒരു ലൈക്കും അതുപോലെ സബ്സ്ക്രിപ്ഷനും അതുപോലെ ഷെയറിങ്ങും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഷെയറിങ്ങും ഒക്കെ ചെയ്യാൻ എന്ന് പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി, നമസ്കാരം.